ചാലക്കുടിയിൽ നിന്നും റിയ ബേബിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റിയ, ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം LDF നല്ലൊരു സ്ഥാനാർത്ഥി അവർക്ക് ബെന്നിക്കെതിരെ അവതരിപ്പിക്കാനായി എന്ന് ആത്മവിശ്വാസം പകരുന്നു. മുൻ മന്ത്രിയാണ്, നല്ല പാർലമെന്റേറിയനായിട്ടൊക്കെ തന്നെ ശോഭിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രൊഫസർ രവീന്ദ്രനാഥ്. പിന്നീട് BJP സ്ഥാനാർത്ഥിയുണ്ട്. 2020 അവർ 1 ലക്ഷത്തിലധികം വോട്ട് പിടിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താണ് ക്യാമ്പുകളുടെ മുന്നണികളുടെയൊക്കെ തന്നെ കണക്കുകൂട്ടലുകൾ? പ്രജീഷ്, ചാലക്കുടിയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണ 80% പോളിംഗ് രേഖപ്പെടുത്തിയെടുത്ത ഈ തവണ 9% കുറഞ്ഞത് 70 എന്നൊരു മാജിക്കൽ നമ്പറിലേക്ക് ചാലക്കുടിയിലെ പോളിംഗ് എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ 9% കുറഞ്ഞപ്പോൾ അത് ആരുടെ കണക്ക് കൂട്ടലാണ് തകർത്തത്, ഏത് വോട്ട് ബാങ്കിലാണ് വിള്ളലുണ്ടാക്കിയത് എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ടത്. പല കണക്കുകൾ 3 മുന്നണികളും ഒപ്പം 2020 മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആ കണക്കുകൾ എങ്ങനെ കണ്ട് ആർക്ക് ഗുണകരമാകുമെന്ന വലിയ ചോദ്യം ചാലക്കുടി മണ്ഡലം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ഈസി വാക്ക് ഓവർ നടത്തിയാണ് 1,32,000 വോട്ട് കൈപ്പിടിയിൽ ഒതുക്കി ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലം തിരികെ പിടിക്കുന്നത്. പക്ഷേ ഇത്തവണ അത്ര ഒരു ഈസി വാക്ക് ഓവർ ചാലക്കുടി മണ്ഡലത്തിൽ UDFന് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നുള്ളത്. ഈ 71% എന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് കണക്കിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കുന്നത്തുനാടും പെരുമ്പാവൂരും കയ്പമംഗലവുമാണ് എന്നുള്ളതാണ്. ഈ കുന്നത്തുനാടും പെരുമ്പാവൂരും 2020 ഒരു നിർണായക സ്വാധീനമുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ തങ്ങൾ 1 ലക്ഷത്തിലധികം വോട്ട് പിടിക്കുമെന്നതാണ് 2020 ഒരു അവകാശവാദം. അങ്ങനെയെങ്കിൽ ആർക്കത് തിരിച്ചടിയാകുമെന്നത് അവിടെ തന്നെ ഒരു ചോദ്യമായി, അവിടെ തന്നെ ഒരു ട്വിസ്റ്റായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കയ്പമംഗലത്ത് കഴിഞ്ഞ തവണ LDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58 വോട്ടാണ് ബെന്നി ബെഹനാൻ അധികം നേടിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് LDFന് കയ്യിൽ തന്നെ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ കൂടിയ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും UDF ക്യാമ്പ് ഈസി വാക്ക് ഓവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ എടുത്തു പറയുന്നു, ഒരു പരാജയം തങ്ങൾക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടാകില്ല എന്നത് തന്നെ. പക്ഷേ LDF ഈ കണക്കുകൾ നിരത്തി വലിയൊരു വിജയപ്രതീക്ഷ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ഫാക്ടറായി, ഒരു ചലഞ്ചിങ് ഫാക്ടറായി തങ്ങൾ നിലനിൽക്കുന്നുവെന്ന് 2020 അവകാശപ്പെടുന്നുണ്ട്. BDJ സ്ഥാനാർത്ഥി എന്ത് മാറ്റമാണ് ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്? വോട്ടിംഗ് ശതമാനം കൂട്ടുമോ? അങ്ങനെയെങ്കിൽ ആ വോട്ട് ഏത് തരത്തിൽ പ്രതിഫലിക്കും? ഇനി അത്രയും വോട്ട് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി പിടിച്ചത്ര വോട്ട് പിടിച്ചില്ലെങ്കിൽ ആ വോട്ടുകൾ ആർക്ക് അനുകൂലമായി ക്രോഡീകരിക്കുമെന്നതൊക്കെയാണ് ഉയരുന്ന ചോദ്യം. യാക്കോബായ സഭ പരസ്യമായി നിലപാടൊക്കെ വ്യക്തമാക്കിയ ചാലക്കുടി മണ്ഡലം ഇത്തവണ ട്വിസ്റ്റ് ഉറപ്പാണ്. അതൊരു ഈസി വാക്ക് ഓവർ അവിടെ ഇല്ല എന്ന് തന്നെയാണ് അവസാനവട്ട കണക്ക് കൂട്ടലിൽ വ്യക്തമാകുന്നത്. ആർക്കൊപ്പം എന്നത് നാളെ കാത്തിരുന്ന് തന്നെ കാണണം. ശരി റിയ, എന്തായാലും നമുക്ക് ചാലക്കുടിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ 8 മണിക്ക് ഫാസ്റ്റായി തന്നെ റിയ ബേബി എത്തിക്കും.